സർവ്വജനത്തിനും മഹാസന്തോഷമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ സാധൂതീകരണം ഉണ്ടാകേണ്ട മാർഗത്തെക്കുറിച്ചും കർത്താവായ യേശുവിലൂടെയും പിതാവായ ദൈവത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലൂടെയും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, ഈ ലോകത്തിൽ ദൈവം തൻ്റെ ശ്വാസമൂതി മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യ ശരീരത്തെ ജീവനാക്കി മാറ്റി. ആ ജീവൻ ശരീരത്തിൽ നിന്നും അസ്ഥിയെടുത്ത് അത് ഒരു സ്ത്രീയെയും ഉണ്ടാക്കി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദാം അവ്വ എന്നുള്ള നമ്മുടെ പൂർവ്വ അമ്മൂമ്മയെയും അപ്പൂപ്പനെയും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന മക്കൾ ഏത് തരത്തിലാണ് ദൈവത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാതെ പാമ്പിൻ്റെ കയ്യിൽ പാപത്തിൻ്റെ ചങ്ങലയിലേക്ക് വീഴുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ അതിൻ്റെ ഫലമായി തോട്ടത്തിൽ നിന്ന് അവർ വെളിയിലാക്കപ്പെട്ടതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഈ മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യരായ നേതാക്കന്മാരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനമുള്ള ഒരു വ്യക്തിയാണ് മോശ. മോശയിലൂടെ നടത്തിയ ദൈവജനം മരുഭൂമിയിലൂടെയൊക്കെ യാത്ര ചെയ്തെങ്കിലും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഫലമായി അവർ വളരെ കഷ്ടതയാണ്. എന്നാലും അത്ഭുതമായി ദൈവം മരുഭൂമിയിൽ മക്കളെ രക്ഷിച്ചു. ഈ രക്ഷ അറിയാതെ മനുഷ്യ നേതാക്കന്മാരുടെ ഫലമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല. എന്നാൽ പ്രവാചകന്മാരിലുള്ള ദൈവം പ്രവർത്തിച്ചു, അതുപോലെ പുരോഹിതന്മാരിലുള്ള ദൈവം പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങളൊന്നും മനുഷ്യർ കാര്യമായി കണ്ടില്ല. അതിനുള്ള പ്രധാന കാരണം സ്വർഗവും ഭൂമിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ ആ അല്പം മാത്രം താഴ്ത്തിയതിൻ്റെ അപകർഷതാ ശക്തി ലോകത്തിൽ നിന്നും എന്നും അനുഭവിച്ചുകൊണ്ടിരുന്നു. പാപച്ചങ്ങലാകുന്ന ഈ ലോകം ഒരിക്കലും നമുക്ക് ശാശ്വതമുള്ളതല്ല. ഈ ലോകത്തിൻ്റെ ജീവിതം ജീവനുള്ള ഓബ്ജക്റ്റുകളുമായി നിറഞ്ഞു നിൽക്കുന്നു. ഈ ജീവനുള്ള ഓബ്ജക്റ്റുകൾ യഥാർത്ഥത്തിൽ മനുഷ്യന് തടസ്സമുണ്ടാകുന്ന ഓബ്ജക്റ്റുകളാണ്. അതിനുദാഹരണമായി പറഞ്ഞാൽ, ഒരു ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലാകുമ്പോൾ കാണുന്നത് ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങളാണ്. പരീക്ഷണശാലയാണ് ഈ ഭൂമി. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെ ദൈവത്തിലേക്ക് വരുമെന്ന് നോക്കുവാൻ വേണ്ടി, അതായത് ജീവശ്വാസം ഊതിയെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അസ്ഥിരരാണ്, നമ്മൾ താൽക്കാലിക ജീവികളാണ്, നമ്മൾ മായാപ്രപഞ്ചത്തിൻ്റെ ഒരംശം മാത്രം. ഈ അംശത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിൻ്റെ ഗീതമനുസരിച്ച് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുക. എന്നാൽ ലോകത്തിൻ്റെ കാഴ്ചകൾ, അതിനുദാഹരണമായി പറഞ്ഞാൽ, ഭൂമി കണ്ടാൽ അധ്വാനിച്ച് ഭൂമി വാങ്ങി കൂട്ടുക, ആഗ്രഹപ്പെട്ട് മറ്റുള്ളവരെ ചതിച്ച് ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാകുക, പേരും പെരുമയും ലോകത്തിൽ നിലനിൽക്കുക എന്നുള്ള ആഗ്രഹം മാത്രമാണ് മനുഷ്യനുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ശക്തി വളരെ കുറവായിരുന്നു. ആയതുകൊണ്ട് മനുഷ്യൻ പാപലോകത്തിൽ പാപം ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിൽ തന്നെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. സമയത്തിൻ്റെ പരിധി കൊണ്ട് എനിക്കിതൊന്നും ഇപ്പോൾ വിവരിച്ചു പറയുവാൻ സാധ്യമല്ല. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകം മായാലോകമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, അതായത് യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ജീവൽ പുത്രൻ ലോകത്തിൽ വന്ന് നമ്മെ രക്ഷിച്ചു. ആ പുത്രൻ്റെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവപുത്രൻ തേജസ്സിൽ വന്ന അതേ രൂപത്തിൽ തന്നെ വീണ്ടും കർത്താവ് ഈ ലോകത്തിൽ മരണത്തെ ജയിക്കുവാനായി എടുക്കപ്പെട്ടു. എന്നാൽ ഈ കർത്താവിൻ്റെ കരസ്പർശം ഭൂമിയിൽ മുഴുവനും 1-ാം നൂറ്റാണ്ടിൽ അനുഭവിച്ചെങ്കിലും 18-ാം നൂറ്റാണ്ട് വരെ ഉണർവില്ലാതെ വേദപുസ്തകം മറ്റുള്ളവർക്ക് വായിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അങ്ങനെയുള്ള ദൈവവിശ്വാസികളെല്ലാം തന്നെ വേദപുസ്തകം സാധാരണ ജനങ്ങൾക്ക് വായിക്കാൻ കൊടുത്തില്ല. പാവപ്പെട്ട കൃഷിക്കാരെ വളരെ കഷ്ടപ്പെടുത്തി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ ജോലി ചെയ്യിച്ചു. അതിൻ്റെ ഫലമായി 1789 ഫ്രഞ്ച് വിപ്ലവം ഉടലെടുത്തു. അതിൻ്റെ ഫലമായി പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ശിരസ്സുകൾ അറുക്കപ്പെട്ടു. രക്തത്തിൻ്റെ ഫലമായി രക്തം കുതിരയുടെ കടിഞ്ഞാണോളം നിറഞ്ഞു. അതിനുശേഷം വ്യാവസായിക വിപ്ലവം ലോകത്തിൽ വന്നു. അതിനു മുമ്പ് ശാസ്ത്രജ്ഞന്മാരെയും തത്വചിന്തകന്മാരെയും വാതുറക്കാൻ സമ്മതിച്ചിരുന്നില്ല. അവർ എന്തെങ്കിലും പറഞ്ഞാൽ പുകക്കുഴലിനകത്താക്കി അത് അടച്ചു കൊല്ലുന്നതായിരുന്നു പതിവ്. എന്നാൽ ശാസ്ത്രത്തിന് നവോത്ഥാനത്തിൻ്റെ ഫലമായി ഒരു ഉദയമുണ്ടായി. മത നവീകരണം വന്നപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം സഭകളുടെ ഈ ലോകത്തിൽ വളരുവാൻ തുടങ്ങി. ബ്രിട്ടൻ ലോകത്തിൻ്റെ തുലാശ പിടിക്കുന്ന ശക്തിയായിരുന്നു. ആയതുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ എല്ലായിടത്തും ദൈവവചനം വിതറി. മിശ്രവീരന്മാരെല്ലായിടത്തും ശക്തിയായി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് ലോകം കർത്താവിനെ കുറിച്ച് അറിയുന്നു.
വിശ്വാസികളുടെ പങ്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. നാമും വിശ്വാസികളായി ദൈവസഭയ്ക്ക് വേണ്ടി ഉടലെടുക്കേണ്ടതാണ്. പ്രത്യാശയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ ചേരേണ്ടതാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലെ ദിനം പ്രതി എപ്പോഴും പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയാക്കി ശക്തീകരിച്ച് മുമ്പോട്ട് പോകണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.